പാടിയവർ നിങ്ങൾ, ആയിരം ആയിരം അൾത്താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ദാവീദിന്റെ കിന്നരങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ ഫൈനൽ റൗണ്ട് വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു. രണ്ടാമത്തെ ഗാനം ആലപിക്കാനായിട്ട് നമുക്ക് വീണ്ടും ക്ഷണിക്കാം സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോളി ക്രോസ് കൊല്ലം കൊട്ടിയത്തു നിന്നും എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സിനെ നമുക്ക് ക്ഷണിക്കാം. മാജി സിസ്റ്റർ, എല്ലാവരും രണ്ടാമത്തെ പാട്ടൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. ആദ്യത്തെ പാട്ട് പാടി കഴിഞ്ഞപ്പോ കൂടുതൽ ഇപ്പം കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടിയില്ലേ? അതെ. അപ്പൊ ഇനി രണ്ടാമത് ഏത് പാട്ടാണ് നിങ്ങൾ പാടാൻ പോകുന്നത്? ഞങ്ങൾ മാതാവിന്റെ പഴയ ഒരു പാട്ട് സ്വസ്തി സ്വർലോക റാണി എന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഒത്തിരി പാടിയിട്ടുള്ള പാട്ട്. ഓ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നേരത്തെ അറിയാവുന്ന ഒരു ഗാനമാണ്. ഇൻഫാക്ട് കോൺവെന്റിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള പാട്ട് അല്ലേ? അപ്പോ നന്നായിട്ട് പാടൂ. നമുക്ക് പാട്ടിന് ശേഷം കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Maria.
Maria, Ave Maria, Ave, Ave, Ave Maria. എല്ലാവരും നന്നായിട്ട് പാടിയത് ഒരു നല്ലൊരു തൃപ്തിയുണ്ട് എല്ലാവരുടെയും മുഖത്ത്. ഉണ്ടോ മാജി സിസ്റ്ററെ? ഉറപ്പായിട്ടുണ്ട്. ഉറപ്പായിട്ടുണ്ട് എല്ലാവർക്കും അല്ലേ? ശരി, ഞാൻ ചോദിക്കട്ടെ, പോളച്ച ഇഷ്ടപ്പെട്ടോ ഇവരുടെ ഗാനം? വളരെ നന്നായിരുന്നു. നല്ല ഒരു സൗഖ്യം പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ, നല്ലൊരു സൗഖ്യം, നല്ല ഭക്തി നിർഭരമായിട്ടുള്ളൊരു ഗാനം. സിസ്റ്റേഴ്സിന് അഭിനന്ദനങ്ങൾ. നിങ്ങൾ വളരെ നന്നായി പാടി, നല്ല പ്രകടനമായിരുന്നു. താങ്ക് യു. മിഥില? സിസ്റ്റേഴ്സ്, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാനും നന്നായി എൻജോയ് ചെയ്തു. നിങ്ങളെല്ലാവരും വളരെ ഇൻവോൾവ് ആയിട്ട് നല്ല നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ നല്ല ഇൻവോൾവ് ആയിട്ട് പാടി. പണ്ടത്തെ പോലെ വിറച്ചൊന്നുമല്ല, നല്ല ധൈര്യത്തിൽ, അത്യാവശ്യം നല്ല ധൈര്യത്തിൽ തന്നെ നിന്ന് വളരെ ആസ്വദിച്ച് തന്നെ നിങ്ങൾ പാടിയത്. അതുകൊണ്ട് ഞങ്ങൾക്കും അത് ഫീൽ ചെയ്തു, ആ ആസ്വാദനം. ഞങ്ങളും നന്നായി എൻജോയ് ചെയ്തു. അപ്പം ഇനിയൊരു പാട്ട് ഇല്ലല്ലേ ഈ റൗണ്ടിൽ? തീർന്നില്ലേ? കഴിഞ്ഞു. ശ്വാസം തിരിച്ചു വീണു. ഒക്കെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഉരുളാനിക്കലച്ച? അങ്ങനെ 2 റൗണ്ടും പൂർത്തിയായല്ലേ? മാതാവിൻ്റെ നല്ലൊരു പാട്ട് പാടി അവസാനിപ്പിച്ചു. നന്നായി പാടി കേട്ടോ, നല്ല പാട്ട്. ഓളച്ചൻ പറഞ്ഞതുപോലെ ധ്യാനാത്മകമായ പാട്ടായിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. പിന്നെ എപ്പിസോഡുകളിൽ നിന്ന് കിട്ടിയ അറിവെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. താങ്ക് യു. മാഷേ? Sisters, right now I enjoyed your singing very much. I wish you all the best. താങ്ക് യു മാഷേ. അങ്ങനെ ദാവിദിന്റെ കിന്നരങ്ങളുടെ അവസാനത്തെ റൗണ്ടിലെ 2 ഗാനങ്ങളും പാടിക്കഴിഞ്ഞിരിക്കുകയാണ് സിസ്റ്റേഴ്സ്. നമുക്ക് അറിയണ്ടേ വിജയി ആരാന്ന്? അപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് പോവാം, കാണാം കേട്ടോ. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. വാശിയേറെ മത്സരത്തിൽ അടുത്തത് FIH സിസ്റ്റേഴ്സ് ആണ്. കൊല്ലത്ത് നിന്നും എത്തിയിരിക്കുന്ന നമുക്ക് അവരെ ക്ഷണിക്കാം രണ്ടാമത്തെ പെർഫോമൻസിനായിട്ട്. വരും. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. മേഘ സിസ്റ്റർ, നിങ്ങളുടെ ഫൈനൽ റൗണ്ടിലെ രണ്ടാമത്തെ പെർഫോമൻസിന് റെഡിയാണല്ലോ എല്ലാരും? റെഡിയാണ്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? തളികയിൽ എന്ന കാഴ്ചവെപ്പിന്റെ ഗാനമാണ് പാടാൻ പോകുന്നത്. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ? അതെ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എത്ര നാളായിട്ട് ഈ പാട്ടിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ 1 മാസത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇവരിൽ എല്ലാവരിലും കാണാം. സമയം കളയണ്ട, നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഇനി ഒന്ന് കാണാം. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പാടൂ കേട്ടോ. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങൾ. ദിവ്യമാം കാഴ്ചയായി
മേക്ക സിസ്റ്ററേ, എന്തോ പഠിച്ചതെല്ലാം ഇവിടെ വന്ന് പാടിക്കഴിഞ്ഞു. അതെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാട്ടോ ഇനി നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഉരുളാനിക്കലച്ച അങ്ങനെ കാഴ്ചവെപ്പ് ഗാനം പാടി 2 റൗണ്ടും പൂർത്തിയാക്കി അല്ലേ? നന്നായി പാടി അവസാനം വരെ നിൽക്കാൻ നിങ്ങൾ ദൈവം അനുഗ്രഹിച്ചത് ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ട് പോകാം കേട്ടോ. താങ്ക് യു. മിഥില? മേഘ സിസ്റ്ററെ, അപ്പോൾ നന്നായിട്ട് പാടിയിട്ട് കാഴ്ചവെപ്പിൻ്റെ ഗാനം. അപ്പോൾ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം. താങ്ക് യു. കോളച്ച? സിസ്റ്റേഴ്സിന് ഫൈനൽ റൗണ്ടിൽ ഒരു നല്ല കോൺഫിഡൻസ് ഉള്ള പോലെ തോന്നി. അവരുടെ ഇതുവരെയുള്ള എല്ലാ അനുഭവങ്ങളും കൂട്ടിച്ചേർത്ത് വളരെ മനോഹരമായിട്ട് പാടി നിങ്ങൾ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. താങ്ക് യു. മാഷേ? Sisters, you have, from your singing, I could make out you have prepared the song very well. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ എനർജറ്റിക് സിംഗിങ്ങിൽ എനിക്ക് തോന്നി. സോ ഐ ആം വെരി ഹാപ്പി. ഐ വിഷ് യു വെൽ. താങ്ക് യു മാഷേ. നന്നായിട്ട് പാടാൻ പറ്റി. നല്ല കമന്റ്സ് കേട്ടു. നമ്മുടെ ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടി. സന്തോഷമായി അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ കാത്തിരിക്കൂ. ഇനിയും 2 പെർഫോമൻസും കൂടി ഉണ്ട്. നമുക്ക് അവരുടെ പെർഫോമൻസും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ശരി. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഏകദേശം വൈൻഡപ്പ് ഭാഗത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 പെർഫോമൻസും കൂടിയാണുള്ളത്. അടുത്ത പെർഫോമൻസിനായിട്ട് കോട്ടയം കളത്തിപ്പടിയിൽ നിന്നും എത്തിയിരിക്കുന്ന അപ്പോസ്തോലിക് ഒബ്ലേറ്റ് സിസ്റ്റേഴ്സിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. അനു സിസ്റ്ററേ, എന്തോ ഇപ്പൊ കൂടുതൽ ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷൻ തോന്നുന്നില്ല. ഇല്ല. ഇന്നിപ്പോ 2ാമത് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മാതാവിന്റെ പാട്ടാണ് ഞങ്ങൾ പാടുന്നത്. ഇതൊരു നീണ്ട യാത്രയായിരുന്നല്ലോ. 5 വർഷത്തെ ഈ പാട്ടിന്റെ ഈ യാത്രയിൽ അമ്മയുടെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തോടെ മാതാവിന്റെ പാട്ട് സെലക്ട് ചെയ്തെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇവര് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഇവർക്ക് പാടാൻ പറ്റട്ടെ. മാതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, Thank you. പാടിന് ശേഷം കാണാം. ദാവീദിന്റെ കിന്നരങ്ങൾ.
നന്നായിട്ട് പാടിയല്ലേ സിസ്റ്ററെ? നന്നായിട്ട് പാടി. പാടി. ഉരുളിയാനിക്കലച്ചാ നന്നായിട്ട് പാടിയോ? നന്നായി പാടി, നല്ല പാടി കേട്ടോ, നല്ല ലയനായിരുന്നു. പിന്നെ പാട്ട് ബ്യൂട്ടിഫുൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫൈനൽ റൗണ്ടിൽ നിങ്ങളുടെ അവസാനത്തെ പാട്ട് അല്ലേ, ലാസ്റ്റ് സോങ് മാതാവിൻ്റെ പാട്ടായിരുന്നു. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആവേ 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 മരിയ. താങ്ക് യു. പോളച്ചാ സിസ്റ്റേഴ്സ് വളരെ പുഷ്പം പോലെ പാടി, നല്ല പെർഫെക്ഷനോട് കൂടി പാടി, നല്ല കോൺഫിഡൻസോട് കൂടി പാടി. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്ക് യു. മിഥില? സിസ്റ്റേഴ്സ്, രണ്ടച്ഛന്മാരും പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. നല്ല പാട്ട്, വളരെ ലളിതമായ വരികളും ഈണവും. നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിവിടെ പെർഫോം ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അപ്പം മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു. മാഷേ? Sisters, you people have selected a very good song. It's so easy to sing. There is no area where anything, gets you into some trouble or some wrong way of pronouncing or anything. It's a very good song. You people have prepared it well, and so you have sung well. I am happy. താങ്ക് യു മാഷേ. അവരെല്ലാവർക്കും തൃപ്തിയായി, നിങ്ങൾ പാടിയത് കേട്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ നമുക്ക് ഇനി ഓരോ ടീമിന്റെ പെർഫോമൻസും കൂടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫൈനൽ ഇതിലേക്ക് എത്താം. ശരി, അവിടെ പോയി കാത്തിരുന്നോളൂ. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവനായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ഇനി ഒരൊറ്റ പെർഫോമൻസും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഫൈനൽ റൗണ്ടിലെ അവസാനത്തെ ആ ഒരു സീക്വൻസിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു പെർഫോമൻസിലേക്കും കൂടെ പോകാം അല്ലേ? അതിനായിട്ട് ഇന്നിപ്പോ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് കോട്ടയത്ത് നിന്നും എത്തിയിരിക്കുന്ന ബെത്തനി സിസ്റ്റേഴ്സ് ജനറലേറ്റ് ആണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അവരെ ക്ഷണിക്കാം. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ആൻഡ് സിസ്റ്റർ വരുമ്പോൾ തന്നെ അറിയാം, സിസ്റ്ററും ഭയങ്കര കോൺഫിഡന്റ് ആണ്. എപ്പോഴും കൂടെയുള്ളവർ എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലേ സിസ്റ്ററെ? തീർച്ചയായിട്ടും. ഇന്നിപ്പോ രണ്ടാമതായിട്ട് ഇപ്പൊ നിങ്ങൾ പാടാൻ പോകുന്നത് ഏത് കാറ്റഗറിയിലുള്ള ഗാനമാണ്? ഞങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണ ഗാനമാണ്. പ്രത്യേകിച്ച് പെസഹ തിരുനാളിന് ആ വിശുദ്ധ കുർബാനയ്ക്ക് പാടുന്ന പ്രത്യേകമായ ഞങ്ങളുടെ ലിറ്റർജിക്കൽ സോങ് ആണ് ഞങ്ങൾ ഇന്ന് പാടുന്നത്. ഓക്കെ, പതിവ് പോലെ തന്നെ നിങ്ങളുടെ തന്നെ സഭയിൽ നിന്നുള്ള ഗാനം അല്ലേ? അതെ. മത്സരവേദിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മളെ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് വേണം, അങ്ങനത്തെ ഒരു ഫീൽ നിങ്ങളുടെ ഇടയിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കൊണ്ടുപോകാൻ. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനത്തിന് വകയുള്ള ഒരു കാര്യം, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ തന്നെ ലിറ്റർജിക്കൽ സോങ് പാടി സമ്മാനം നേടുക എന്ന് പറയുന്നത് ഒരു അഭിമാനത്തിന്റെ കൂടി ഒരു കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇതിനൊരു വാശി ഉണ്ടാകുന്നു. എന്നാൽ ഞാൻ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞതുപോലെ എല്ലാം അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. എന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഫസ്റ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു എഫേർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ രണ്ടാമത് ഇനി ഒരു ചാൻസ് ഇല്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങൾ,
വീണ്ടും മനോഹരമായ ഒരു ഗാനം അല്ലേ? ഈ ഒരു മനോഹരമായ ഗാനത്തോടു കൂടി നമ്മുടെ കോമ്പറ്റീഷൻ അങ്ങനെ ഇന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് സീക്വൻസിലേക്ക് നമ്മൾ ഇനി കടക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ് ഇനി ഉള്ളത്. റെഡിയാണല്ലോ? അതെ. അതിനു മുമ്പേ ചോദിക്കട്ടെ, ഉരുളിയാനിക്കലച്ച എന്താ ഇതിന്റെ കണ്ടന്റ്? എന്താ, പരിശുദ്ധ കുർബാനയാണോ? അതെ, വിശുദ്ധ കുർബാനയെ കുറിച്ച് പഴയ നിയമത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ സൂചകങ്ങളാണ് ഓരോ വരികളും. സിമ്പിൾ ടൂൺ, രണ്ടൊരു ടൂണേ ഉള്ളൂ. അതിങ്ങനെ മാറി മാറി സുറിയാനി മലയാളം, സുറിയാനി മാറി. നന്നായി പാടി കേട്ടോ. നിങ്ങളുടെ ലിറ്ററേച്ചർ സോങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല തറവായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഗുഡ്. ഇങ്ങനെ ഈ റൗണ്ട് തീരുവല്ലേ, ഫൈനൽ റൗണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മിഥില? ബഥനി സിസ്റ്റേഴ്സ് വളരെ സേഫ് ആയിട്ടുള്ളൊരു സോങ് എടുത്തു. ട്രഡീഷണൽ ആയിട്ടുള്ള ലിറ്റർജി തന്നെയുള്ളൊരു സോങ് ആയതുകൊണ്ട് അതിൻ്റെ വരികളെക്കുറിച്ചോ ഈണത്തെക്കുറിച്ചോ നമുക്കൊന്നും പറയാനില്ല. ഇനിമേ നന്നായിട്ട് പാടി, നന്നായി പെർഫോം ചെയ്തു. നല്ലൊരു ആത്മീയമായൊരു അനുഭൂതി ഉണ്ടായിരുന്നു പാടി. ഇപ്പം തീർച്ചയായിട്ടും ഈ മത്സരത്തിൻ്റെ ഇതിലേക്ക് വരുമ്പം നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോളച്ച? ഒരു സെലസ്റ്റൽ ഫീലിംഗ് ആയിരുന്നു, ഒരു സ്വർഗീയ അനുഭൂതി എന്ന് പറയില്ലേ. വളരെ മനോഹരമായ സിസ്റ്റേഴ്സ് പാടി, നല്ല ഒരു ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയില്ലേ, നന്നായിട്ട് പാടി. അത് ഞങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഞങ്ങൾ എവിടേക്കൊക്കെയോ പോയി. പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു ഫാദർ. മാഷേ? സിസ്റ്റേഴ്സ് നന്നായിട്ട് പാടി. അതായത് ഞങ്ങളിപ്പോൾ 2000 കൊല്ലം കഴിഞ്ഞാണ് ഈ പാട്ട് കേൾക്കുന്നത്. 2000 ഇയേഴ്സിൻ്റെ ഗ്യാപ്പുണ്ട് ഈ പാട്ടുണ്ടായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഇതെന്തപ്പാ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നു. 2000 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ വലിയ പാട്ടുകാരായല്ലോ ഇപ്പോൾ. അപ്പം അതിൻ്റെ ആ വശത്തേക്ക് നമ്മൾ ചിന്തിക്കരുത്. ദിസ് ഈസ് ദ സാമ്പിൾ ഓഫ് റിലീജിയസ് സോങ് ഓഫ് ഗ്രേറ്റ്, ഷാൽ ഐ സേ, ഡിവോഷൻ. 2000 കൊല്ലം മുമ്പ് മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന ഒരു സൗന്ദര്യ പ്രതിഭാസമായിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ നമ്മൾ എടുക്കണം. അപ്പോൾ താങ്ക് യു സിസ്റ്റേഴ്സ് വെരി മച്ച്. യു ഡോണ്ട് ലീവ് ദീസ് ഗുഡ് ഓൾഡ് സോങ്സ്. അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ മാറി മാറി അങ്ങ് ചെല്ലട്ടെ, എന്നാലേ നമ്മുടെ റൂട്ട്സ് എന്താണെന്ന് മനസ്സിലാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. സിസ്റ്റർ, ഇനി നമുക്ക് അവിടെ എല്ലാ ടീമിലുള്ള ഇതുവരെ ഇന്നത്തെ ദിവസം മത്സരിക്കാനെത്തിയ എല്ലാവരും അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവരുടെ കൂടെ നിങ്ങളും തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് നമ്മുടെ ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ചടങ്ങിലേക്ക് പോവാം. അപ്പം നിങ്ങൾ വിളിക്കാം കേട്ടോ. ശരി. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവനായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം സിസ്റ്റേഴ്സിന്റെ ക്വയറിന്റെ ഫൈനൽസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൽ 4 ടീമുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ നിന്നും ആരൊക്കെ 3rd, 2nd, 1st പ്രൈസ് ഇതിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് നോക്കാം. വിധി നിർണയം എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് അനൗൺസ് ചെയ്യുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ചടങ്ങിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഇന്ന് നമ്മൾ 4 ടീമുകളെയാണ് കണ്ടത്. ആ 4 ടീമുകളിൽ നിന്നും ഈ 2 പേരെ, അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ 2 പേരെ വീതം ആദ്യം നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യം സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോളി ക്രോസ് കൊട്ടിയം, കൊല്ലം. FIH സിസ്റ്റേഴ്സ് കൊല്ലം. അപ്പോസ്തോലിക് ഒബ്ലേറ്റ്സ് കളത്തിപ്പടി, കോട്ടയം. ബെഥനി സിസ്റ്റേഴ്സ് ജനറലേറ്റ്, കോട്ടയം. അങ്ങനെ വാശിയേറിയ ഒരു മത്സരമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഭയങ്കര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇവിടെ നിങ്ങൾ എല്ലാവരും കാഴ്ചവെച്ചത്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയും നിങ്ങളോട് എല്ലാവരോടും ഉണ്ട്. എല്ലാവരും ഇന്നിവിടെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നമുക്ക് ആ ചടങ്ങിലേക്ക് കടക്കാം. നമ്മുടെ വിധികർത്താക്കൾ, അവരെ നമുക്ക് വേദിയിലേക്ക് ആദരവോടെ, ഒരുപാട് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ നമുക്ക് വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യാം. അഞ്ച് വർഷങ്ങളായിട്ട്
ദാവീദിന്റെ കിന്നരങ്ങളുടെ ഓരോ എപ്പിസോഡിലും നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ ഓരോ ചെറിയ മിസ്റ്റേക്സ് ആയിക്കോട്ടെ വലിയ മിസ്റ്റേക്സ് ആയിക്കോട്ടെ എല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്ത വിധികർത്താക്കളാണ് നമ്മൾ കാണുന്ന ഇവർ 4 പേരും. ഇങ്ങനൊരു ജഡ്ജിങ് പാനൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ദാവീദിന്റെ കിന്നരങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ നമ്മുടെ ഫൈനൽ സെറമണിയിലേക്ക് കടക്കുകയാണ്. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ സമ്മാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇനിയും ശ്രേഷ്ഠരായ കുറച്ച് ആൾക്കാരെയും കൂടി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ നമ്മുടെ സുപ്പീരിയറായ അച്ഛൻ ഫാദർ ഫിലിപ്പ് നെടുംതുരത്തിൽ VC അച്ഛനെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫിലിപ്പച്ച, സ്വാഗതം. മാനേജിംഗ് ഡയറക്ടർ ഫാദർ അലക്സ് ചാലങ്ങാടി VC അലക്സിച്ച, സ്വാഗതം. അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു തടത്തിൽ VC. മാത്യു അച്ഛാ. ഡയറക്ടർ ഓഫ് ഇംഗ്ലീഷ് സെക്ഷൻ ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ VC അച്ഛാ, സ്വാഗതം. നിങ്ങൾ എല്ലാവരുടെയും പ്രസൻസ് വളരെയധികം ധന്യമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഈ വേദിയെ. എല്ലാവരും പ്രതീക്ഷയോടെ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് നമ്മുടെ പ്രോഗ്രാമിനായിട്ട് കാത്തിരുന്ന എത്രയോ പ്രേക്ഷകരുണ്ട്. അവരെയൊക്കെ സാക്ഷി നിർത്തി ഇന്ന് നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എത്രയോ ദേവാലയ ഗായകരാണ് നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയത്. അതിലെ ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയ ഒരു ടീമിനാണ് തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രൈസ് പോകുന്നുണ്ടാവുക. അവരാരൊക്കെ എന്ന് നമുക്ക് നോക്കാം. 4th പ്രൈസ് ആണ് ആദ്യം അനൗൺസ് ചെയ്യാൻ പോകുന്നത്. 4th പ്രൈസ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഫാദർ ഫിലിപ്പ് നെടുംതുരത്തിൽ VC ഫിലിപ്പ് അച്ഛനെ ഒരുപാട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, 5 വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഈ പരിപാടിയുടെ അവസാന സമയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം ഒത്തിരി ആകാംക്ഷയുണ്ട്. ആരാണ് ഈ മത്സരത്തിലെ വിജയികൾ എന്നറിയുന്നതിന് വേണ്ടി. 4ാമത്തെ സ്ഥാനക്കാരെയാണ് ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നതെങ്കിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നതിനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ 4ാം സ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ടീമിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് ഉയരങ്ങളിലേക്ക് കടന്നു വരുന്നതിന്, 1ാം സ്ഥാനത്ത് എത്തുന്നതിന് നിങ്ങൾക്ക് ഇത് ഒരു പ്രചോദനമായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഈ പ്രൈസ് ഞാനിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. 4th പ്രൈസ് ഗോസ് ടു FIH സിസ്റ്റേഴ്സ് കൊല്ലം. ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമിന്റെ സിസ്റ്റേഴ്സിന്റെ ഫൈനൽസ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. 4th പ്രൈസ് കിട്ടിയിരിക്കുന്നത് FIH സിസ്റ്റേഴ്സ് കൊല്ലം. 4th പ്രൈസ് ആണ് ഇവിടെ ഇപ്പം നമ്മൾ കൊടുക്കുന്നത്. ഫിലിപ്പ് അച്ഛൻ നിങ്ങൾക്ക് 2 പേർക്കും നൽകാണ്. വാങ്ങിച്ചോളൂ. ഇവർക്ക് ചെക്ക് നൽകുന്നതിനായിട്ട് ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ VC അഗസ്റ്റിൻ അച്ഛനെ ഞാൻ ക്ഷണിക്കുന്നു. 4th പ്രൈസ് നേടിയ FIH സിസ്റ്റേഴ്സ്. ഇനി 3ാമത്തെ പ്രൈസ് ആർക്കാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3ാമത്തെ പ്രൈസ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഫാദർ അലക്സ് ചാലങ്ങാടി VC. ദാവീദിന്റെ കിന്നരങ്ങൾ മീട്ടിയ വലിയ കലാപ്രതിഭകളാണ് ഈ സ്റ്റേജിലൂടെ കഴിഞ്ഞ 5 വർഷക്കാലം കടന്നുപോയത്.
ഈ ഫ്ലോറിലേക്ക് കടന്നു വന്ന അനേകം കലാപ്രതിഭകൾ ഓരോ അവസരങ്ങളിൽ കൊഴിഞ്ഞുപോയെങ്കിലും അവസാനത്തെ റൗണ്ടിലേക്ക് കടന്നു വന്ന മഹാപ്രതിഭകളാണ് ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത്. ഏവരെയും ഗുഡ്നസ് ടി വിയുടെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രകടനങ്ങൾ വളരെ മഹത്തായിരുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ദാവീദിൻ്റെ കിന്നരങ്ങൾ എന്ന ഈ റിയൽ ലൈഫ് മ്യൂസിക് ഷോ, അതിൽ 3rd പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബെഥനി സിസ്റ്റേഴ്സ്, ജനറലേറ്റ്, കോട്ടയം. ദാവീദിന്റെ കിന്നരങ്ങളുടെ 3ാമത്തെ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബെഥനി സിസ്റ്റേഴ്സ്, ജനറലേറ്റ്, കോട്ടയം. ഈ സിസ്റ്റേഴ്സിന് മെമന്റോ നൽകുന്നതിനായി ഫിലിപ്പച്ചനെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ ബെഥനി സിസ്റ്റേഴ്സിന് മെമന്റോ നൽകുകയാണ്. ഇവർക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നതിന് 50,000 റുപ്പീസാണ്, 50,000 രൂപയാണ്. അത് നൽകുന്നതിനായി അലക്സ് അച്ഛനെ ഞാൻ ക്ഷണിക്കുന്നു. ഇനി ശേഷിക്കുന്ന 2 പേരിൽ ആരായിരിക്കും സെക്കൻഡ് പ്രൈസ് കൊണ്ടുപോവുക, ആർക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുക? നമ്മൾ കണ്ടതാണ്, ഒരുപാട് ആൾക്കാർ ഒന്നിനൊന്നും മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചു. നമ്മുടെ ജഡ്ജസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതിനകത്തുനിന്നും നമ്മുടെ ഫസ്റ്റ് പ്രൈസിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ആർക്കായാലും ഒരു ടീമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയല്ലേ പറ്റൂ. അത് ആർക്കാണ് എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് പ്രൈസ് ആയ 75,000 റുപ്പീസ് ക്യാഷ് പ്രൈസും മെമന്റോയുമാണ് ഇവർക്ക് കിട്ടുന്നത്. ഇത് അനൗൺസ് ചെയ്യുന്നതിനായിട്ട് മാത്യു തടത്തിൽ അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഫാദർ മാത്യു തടത്തിൽ VC. സ്നേഹമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരെ, നമ്മുടെ ദാവീദിൻ്റെ കിന്നരങ്ങൾ പ്രോഗ്രാം ആരംഭിച്ചത് 2018 2018 കേരളക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ്. കാരണം മഹാപ്രളയം 2018 അങ്ങനെ പ്രളയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളൊക്കെ പേറി നടക്കുന്ന ജനത്തിന് വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്ന പ്രോഗ്രാമായിരുന്നു ദാവീദിൻ്റെ കിന്നരങ്ങൾ എന്ന പ്രോഗ്രാം. ഇതിലൂടെ ഗുഡ്നസ് ടെലിവിഷനിലെ വ്യൂവേഴ്സിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. കാരണം ഇത് ഓരോ മനുഷ്യ മനസ്സിനെയും സ്പർശിക്കുന്ന വിധത്തിലുള്ള പ്രോഗ്രാമായിരുന്നു, ഗാനങ്ങളായിരുന്നു ഇതിൽ ആലപിക്കപ്പെട്ടത്. സിസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള ആ പ്രവർത്തനം, അത് ഗുഡ്നസ് TV പ്രേക്ഷകരെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. പലപ്പോഴും സിസ്റ്റേഴ്സ് വളരെ ഒരുങ്ങി തയ്യാറെടുത്ത് ഇത് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ സകല മനുഷ്യരുടെയും മനസ്സിൽ ഗാനത്തോടും ഒപ്പം ഗാനം ആലപിക്കുന്ന സിസ്റ്റേഴ്സിനോടും അറിയാതെ ഒരു വലിയ അടുപ്പമുണ്ടായി. ഗാനം ആലപിക്കുന്ന മേഖലയിൽ എല്ലാ കാര്യങ്ങളും നല്ല വളർച്ച ഇതിൻ്റെ പിന്നിൽ പങ്കെടുത്ത എല്ലാ ടീമിനും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും സിസ്റ്റേഴ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇതിനുവേണ്ടി ക്രമീകരിച്ച, അനുവാദം നൽകിയ, പ്രോത്സാഹനം നൽകിയ നിങ്ങളുടെ അധികാരികളെ എല്ലാവരെയും പ്രത്യേകമായിട്ടും ഞങ്ങൾ അഭിനന്ദിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ആരാണ് 2ാം സ്ഥാനക്കാരൻ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടെ നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ആ പേര് ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. 2ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് അപ്പസ്തോലിക് ഒബ്ലേറ്റ്സ്, താളത്തിപ്പടി, കോട്ടയം. ദാവീദിന്റെ കിന്നരങ്ങളുടെ നമ്മുടെ ഈ റിയൽ ലൈഫ് മ്യൂസിക് ഷോയുടെ സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് കളത്തിപ്പടി, കോട്ടയത്ത് നിന്നും എത്തിയിരിക്കുന്ന അപ്പസ്തോലിക് ഒബ്ലേറ്റ് സിസ്റ്റേഴ്സിനാണ്. വരൂ. ഇവർക്ക് മെമന്റോ നൽകുന്നതിനായിട്ട് അലക്സ് അച്ഛനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫാദർ അലക്സ് ചാലങ്ങാടി. സെക്കൻഡ് പ്രൈസ് ലഭിച്ച ഇവർക്ക് മെമന്റോ നൽകുന്നു നമ്മുടെ സ്വന്തം അലക്സ് അച്ഛൻ. സെക്കൻഡ് പ്രൈസ് ആയ 75,000 രൂപ, 75,000 റുപ്പീസ്
അതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ക്യാഷ് പ്രൈസ്. അത് നൽകുന്നതിനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ മാത്യു അച്ഛനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് നൽകുന്നതിനായും അതിനോടൊപ്പം തന്നെ അവർക്കുള്ള മെമന്റോ നൽകുന്നതിനായിട്ടും ഒരുപാട് ആദരവോടും സ്നേഹത്തോടും കൂടി ഞാൻ ക്ഷണിക്കുന്നു ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ VC. സഹോദരങ്ങളെ, ദൈവത്തിനു മുമ്പിൽ സംഗീതം ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് മാലാഖമാരുടെ ദൗത്യമാണ്. ഈ വലിയ ദൗത്യത്തോട്, ദൈവിക ദൗത്യത്തോട് എന്നും രാത്രിയും പകലും ചേരുന്നവരാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. വലിയ സമർപ്പണ ബോധത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ദൈവം അവരെ ഒരുക്കുകയായിരുന്നു ദാവീദിൻ്റെ കിന്നരങ്ങളുടെ 1-ാം സമ്മാനം ലഭിക്കുവാൻ വേണ്ടി. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചത് വലിയ സന്തോഷത്തോടെ, വലിയ ആനന്ദത്തോടെ, വലിയ സമാധാനത്തോടെയായിരുന്നു. അങ്ങനെ ഗുഡ്നസ് TVയുടെ പ്രേക്ഷകരെ മുഴുവൻ ദൈവസ്തുതിയിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നിങ്ങൾക്ക് വലിയ അഭിനന്ദനങ്ങളും ആദരങ്ങളും ഞാൻ നൽകുകയാണ്. ഈ 1-ാം സമ്മാനം സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ക്രോസ് കുട്ടിയും അഗസ്റ്റിൻ അച്ഛാ, ഫസ്റ്റ് പ്രൈസ് അച്ഛൻ അനൗൺസ് ചെയ്തു. നമുക്ക് അവരുടെ കൂടെയുള്ള ബാക്കി എല്ലാ സിസ്റ്റേഴ്സിനെയും കൂടി ഈ ഒരു നിമിഷം വേദിയിലേക്ക് ക്ഷണിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടെ അല്ലെ, എനർജറ്റിക് ആയിട്ട് ഓടി വരൂ സിസ്റ്റേഴ്സ്. ദാവീദിന്റെ കിന്നരങ്ങൾ റിയൽ ലൈഫ് മ്യൂസിക് ഷോയുടെ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോളി ക്രോസ് കൊട്ടിയം, കൊല്ലം. ഇവർക്ക് ആദ്യം മെമന്റോ ആണ് നമ്മൾ ഇവിടെ സമ്മാനിക്കുന്നത്. കൊല്ലം കൊട്ടിയത്തേക്കാണ് വാവ് നമ്മുടെ ഈ ഒരു മെമന്റോ ഇന്ന് ഇവിടെ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഇവർക്ക് ക്യാഷ് പ്രൈസും കൂടെ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് പ്രൈസിന് ലഭിച്ചിരിക്കുന്നത് 1 lakh rupees ആണ്. ഈ 1 lakh rupees ഇവർക്ക് ഈ ചെക്ക് നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ മാത്യു അച്ഛനാണ്, ഫാദർ മാത്യു തടത്തിൽ VC. 1 lakh rupees ആണ് ഇവരിന്ന് കൊണ്ടുപോകുന്നത് കൊട്ടിയത്തിലേക്ക്. ഒരുപാട് സന്തോഷമായില്ലേ? കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ഒരുപാട് സന്തോഷം. ഈ ഒരു സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലത്തെ ആ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യൂ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷവും ഈശോയോട് ഒത്തിരി സ്നേഹവും നന്ദിയും തോന്നുന്നൊരു നിമിഷമാണിത്. ഞങ്ങൾ എല്ലാവരും ഇതൊരു 2018 തുടങ്ങിയുള്ളൊരു യാത്രയായിരുന്നു. അപ്പം ഞങ്ങൾ പള്ളിയിൽ ഞങ്ങളുടെ പ്രേയറിൻ്റെ ഭാഗമായിട്ട് പാട്ടുകളുണ്ട്, സങ്കീർത്തനങ്ങൾ ഞങ്ങൾ പാടും. ഞങ്ങളുടെ യാമപ്രാർത്ഥനകളിലെ പാട്ടുകളൊക്കെ ഞങ്ങൾ പാടും, കുർബാനയുടെ പാട്ടുകൾ പാടുമെങ്കിലും ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളിതിനു വേണ്ടി ഒത്തിരി സമയം, ഞങ്ങളുടെ കഴിവുകളൊക്കെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. ഇവിടെ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ അത് കൃത്യമായിട്ട് അടുത്ത പ്രാവശ്യം വരാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചു. പിന്നെ ഡയറക്റ്റായിട്ട് ഞങ്ങൾ മ്യൂസിക്കുമായിട്ട് എല്ലാവരും ഇൻവോൾവ് അല്ല. ഞങ്ങൾ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ് കൂടുതൽ. അപ്പോൾ ഞങ്ങൾ അതിനകത്തൊക്കെ വളരെ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് കൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നന്നായിട്ട് എഫേർട്ട് എടുക്കേണ്ടി വന്നു. പക്ഷേ ഈശോയുടെ സഹായത്താൽ ഞങ്ങൾക്കത് ഒന്നിച്ച് വന്ന ഈ ഒരു ഞങ്ങളുടെ സഭയുടെ ഒരു മിനിസ്ട്രിയാണ്. ഇതൊരു സാക്ഷ്യമാണെന്നുള്ള ഒരു ഉൾബോധ്യം ഞങ്ങൾക്ക് ഇവിടെ പലപ്പോഴും ഞങ്ങളെ ജഡ്ജസ് മറ്റ് സിസ്റ്റേഴ്സൊക്കെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുമായിരുന്നു. പ്രൊവിൻഷ്യൽ പറഞ്ഞ സമ്മാനം ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല, നിങ്ങൾ ഇവിടം വരെ എത്താൻ വേണ്ടി ദൈവം നമുക്കൊരു കൃപ തന്നല്ലോ, അതാണ് ഏറ്റവും നന്മയായിട്ട് അനുഗ്രഹമായിട്ട് കണക്കാക്കേണ്ടതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള ബോധ്യവും. അപ്പം ഈ ഒരു ഫ്ലോറിനോട് ഒത്തിരി നന്ദിയും കടപ്പാടും ഉണ്ട് ഞങ്ങൾക്ക്. ജഡ്ജസ് പറഞ്ഞതുപോലെ ഇത്ര പ്രഗത്ഭരായ ഓർക്കസ്ട്രയുടെ കൂടെ വളരാൻ വേണ്ടിയിട്ട് ഉള്ളവരുടെ നിങ്ങളുടെ കൂടത്തിൽ വളരെ നിങ്ങളുടെ വായിക്കുമ്പോൾ ഞങ്ങൾ പാടുന്നതൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ സ്വപ്നം പോലെ ഇപ്പോൾ തോന്നുവാണ്. അത്രയും വലിയ ടീമിൻ്റെ ഒക്കെ കൂടെ ഞങ്ങൾ ഇത്ര കുഞ്ഞു പാട്ടുകാരൊക്കെ വന്ന് പെർഫോം ചെയ്ത് നിങ്ങളുടെ കൂടത്തിൽ വളരാൻ പറ്റിയ വലിയ ഒരു കൃപ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിനും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇതുപോലെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് ഗുഡ്നസ് TV. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു സോ മച്ച്. ദാവീദിന്റെ കിന്നരങ്ങളിൽ ഇനിയും എത്രയോ പേരാണ്, ചർച്ച് സ്ക്വയറിൽ എത്രയോ പേരെയാണ് നമ്മൾ ഇവിടെ വേദിയിൽ വന്നത് പാടിയത് അല്ലെ? അതിൽ നിന്നും നമ്മൾ ഒരു ഫൈനൽസ് നടത്തുന്നുണ്ട്. അതിലെ ആർക്കാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇനി ഞങ്ങൾ ഇവിടെ എല്ലാവരും ചേർന്ന് ആ ഒരു സന്തോഷം ഇവിടെ പങ്കുവെക്കാൻ പോവുകയാണ്. പ്രേക്ഷകരായി നിങ്ങൾ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. ബൈ. ഹൃദയത്തിൽ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിൻ അമ്മേ സ്വസ്തി. ഇന്നിവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് 4th പ്രൈസ് ആണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അച്ഛൻ്റെ ഒരു ഫീൽ? പ്രത്യേകിച്ചൊന്നുമില്ല, സന്തോഷമാണ്. ഇവിടം വരെ എത്തി എന്നുള്ളതാണ്. ഡ്യൂ ടു ദീസ് മീഡിയ, ദ പ്രസൻസ് ഓഫ് മീഡിയ, തിങ്സ് ക്യാൻ ബി ക്യാരിഡ്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. 2018 മുതൽ 2024 വരെ നീണ്ടുനിന്ന ഷോ ആരാധനയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് അതിലുള്ള പാട്ടുകൾ അല്ലെ ആരാധനാ ഗീതങ്ങൾ. ഈ ദാവീദിന്റെ കിന്നരങ്ങൾ എന്ന് പറയുന്ന പ്രോഗ്രാം തീർച്ചയായിട്ടും ഒരു സംഗീത പാഠശാലയായിരുന്നു. നല്ലവനായ ദൈവം എന്നെ എല്ലാ കാര്യങ്ങളും ഉയർത്തി ഞാനൊരു 38 വർഷത്തിൻ്റെ സർവീസോടുകൂടെ സഭയിൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. ദേവാലയത്തിൽ മാത്രം ഒതുങ്ങാവുന്ന ഒരു കാര്യത്തെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ്.